അതേ കൂട്ടുകാരെ, ഞാൻ മുട്ടയൊക്കെ നല്ല വൃത്തിക്ക് കഴുകി ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ടിണിനകത്തിട്ട് വെക്കണം. ഇതിനകത്താണ് ഞാൻ മുട്ട വാങ്ങിച്ചു കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കല്. അപ്പം എനിക്ക് എപ്പോഴായാലും മുട്ട വാങ്ങിക്കൊണ്ട് വന്നാൽ അത് നല്ലോണം വൃത്തിയായിട്ട് കഴുകി അത് ഉണക്കി ഇങ്ങനെ വെച്ചിട്ടേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. ഫ്രിഡ്ജില്ലാത്തത് കൊണ്ടാട്ടോ. ഫ്രിഡ്ജുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇങ്ങനെ വെക്കും. അപ്പോൾ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഡപ്പയ്ക്കകത്താണ് ഇട്ട് വെക്കുന്നത്. താമസിക്കാതെ നമുക്കൊരു ഫ്രിഡ്ജ് എടുക്കണം. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതിനകത്ത് നല്ല സേഫാക്കിയിട്ട് വെക്കാം. അപ്പോൾ അതെ മുട്ടയൊക്കെ കൂടുതൽ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് അതേപോലെ തന്നെ ഉപയോഗിക്കലാണ്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് മുട്ട നല്ല വൃത്തിയായിട്ടിരിക്കുന്ന കാണാനാണ് ഇഷ്ടം. അപ്പോൾ അതെ കണ്ടോ, നല്ല ഭംഗിയല്ലേ മുട്ട വൃത്തിയാക്കി വയ്ക്കുമ്പോൾ. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ നമുക്കിത് ഓരോന്നും എടുത്ത് ഇതിനകത്ത് സ്റ്റോക്ക് ചെയ്യാം. അപ്പോൾ മുട്ട ഞാൻ നേരത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം. മുട്ട ഞാൻ ഒരുപാട് വാങ്ങിക്കും. മുട്ട എത്ര ഇതിപ്പോൾ ഇവിടെ ഞങ്ങൾ താമസത്തിന് വന്നപ്പോൾ അപ്പുറത്തെ വീട്ടിലുണ്ട്, കോഴിയുണ്ട്. അപ്പം മുട്ടയുടെ കൃഷിയുണ്ട് അവർക്ക്. കൃഷിയെല്ലാം ഇങ്ങനെ ഇത് വെക്കുന്നുണ്ട്. അപ്പം അവിടുന്ന് മുട്ട മൊത്തം വാങ്ങിക്കല് ഞാൻ. അപ്പം ഒരു ദിവസം 30-40 മുട്ട ഞാൻ വാങ്ങിക്കും. ഒരാഴ്ച 30-40 മുട്ടയൊക്കെ ഞാൻ വാങ്ങിക്കും. പിള്ളേർക്കൊക്കെ വാട്ടി കുടിക്കുകയൊക്കെ ചെയ്യാമല്ലോ. അവർക്ക് പുളിസ അടിച്ച് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ കഴിക്കും. എപ്പോഴും അങ്ങനെ കഴിക്കലില്ല. എനിക്ക് ഒന്നാമത് മുഖം നിറച്ച് കുരുക്കളാണ്. അതിൻ്റെ കൂടി ഇതോടെ കഴിക്കുമ്പോൾ കൂടുവന്നു. വേണ്ട ഇവിടെ എല്ലാം ഉണ്ടാവുന്നുണ്ട. അപ്പം ഇത് ഇന്ന് വാങ്ങിച്ചതാണേ. ഇപ്പം 2 ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വീണ്ടും തരും. ആവുമ്പോൾ വിളിച്ച് തരും. ഇപ്പം സ്ഥിരം ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതല്ല ഇത് കേട്ടോ. ഞാൻ സ്ഥിരം ചെയ്യുന്നത് ഇങ്ങനെ. സ്ഥിരം ഞാൻ മുട്ട വാങ്ങിയാൽ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അല്ലല്ലേ. മുട്ടയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ അതേപോലെ എടുത്തിട്ട് ഇതിനകത്തോ ഫ്രിഡ്ജിലോ ഒന്നും വെക്കാതെ ഒരു വെള്ളത്തിനകത്ത് കുറച്ച് നേരം ഒന്ന് ഒരു 10-15-20 മിനിറ്റിലൊന്ന് വെള്ളത്തിനകത്തിട്ടൊന്ന് കുതിരം പകർന്ന് കഴുകി വൃത്തിയാക്കി ഇങ്ങനെ ഉണക്കിയെടുത്ത് ഫ്രിഡ്ജിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡപ്പയിലോ ആക്കി ഇങ്ങനെ വെച്ചാൽ കുറച്ചുകൂടെ വൃത്തിയായിട്ടിരിക്കും. മുട്ട കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇല്ലെങ്കിൽ കോഴിക്കാഷ്ടവും ഒക്കെ ആയിട്ട് മുട്ട കഴിക്കാൻ നമുക്കൊരു മടി വരും അല്ലേ. എന്ത് സാധനം വൃത്തിയായിട്ടിരിക്കുമ്പോഴല്ലേ അത് കഴിക്കാൻ തോന്നുന്നത്. അപ്പം തരാമെങ്കിൽ ഓരോ മുട്ട തരാം. ഓക്കെ ബൈ, സീ യു.